ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ചൊരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെല്ലാം ഒരു നല്ല ശുഭത വേണമെന്ന്, ഒരു നല്ല കാലം വേണമെന്ന്, ഒരു നല്ല ജീവിതം വേണമെന്നാണ് എല്ലാ മനുഷ്യൻ്റെയും ആഗ്രഹം. കർത്താവിന് അതിനേക്കാൾ ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകുന്നത്, നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. നമ്മുടെ കർത്താവ് നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: അതിന് തടസ്സമായിരിക്കുന്നത് നമ്മുടെ ലംഘനങ്ങളാണ്. നമുക്ക് നന്മയുണ്ടാകാതിരിക്കുന്നത്, നമുക്കൊരു ശുഭകാലം ലഭിക്കാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളാണ്, ലംഘനങ്ങളാണ്. ആ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന്, ഇവിടെ പറയാണ്, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. പ്രിയമുള്ളവർ, നമുക്ക് ആ ദൈവത്തിൻ്റെ കരുണയാണ് നമുക്ക് ശുഭത നൽകുന്നത്, നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി തരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കാൻ നാം ചെയ്യേണ്ടത് നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുക, നമ്മുടെ ലംഘനങ്ങളെ ഏറ്റുപറയുക. നമ്മുടെ ലംഘനങ്ങളെ കർത്താവിനോട് ഏറ്റുപറയണം, മനുഷ്യനോടല്ല. പ്രിയമുള്ളവർ, നമ്മുടെ മനുഷ്യനോട് നമ്മുടെ ലംഘനങ്ങൾ ഏറ്റുപറയുന്നത് കൊണ്ട് അല്ല നമ്മൾ ശുദ്ധരായിത്തീരുന്നത്. നമ്മൾ കർത്താവിനോട് ഏറ്റുപറയണം: കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് നാം ഏറ്റുപറയണം. നാം ദൈവത്തോട് ഏറ്റുപറയുകയും അപ്പം തന്നെ നമ്മൾ ആരോടാണോ തെറ്റ് ചെയ്തിരിക്കുന്നത് അവരോട് നമ്മൾ പറയണം: എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം എന്ന് നമ്മൾ അവരോട് പറയുമ്പോൾ കർത്താവിന് അത് നമ്മൾ ഇഷ്ടമാണ്. കർത്താവ് പറയാണ്, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവർക്ക് നന്മയുണ്ടാകുകയില്ല, അവരനുഗ്രഹിക്കപ്പെടുകയില്ല. എന്നാൽ തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ഏറ്റുപറഞ്ഞ്: കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി, കർത്താവേ, ഞാൻ ഇനി ആവർത്തിക്കുകയില്ല, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവർ, നാളെ നിങ്ങൾ ലംഘനത്തിലായിപ്പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. ആ സഹായം അനുഭവിക്കാൻ നമുക്കിടയായിത്തീരും. അങ്ങനെ കർത്താവിൻ്റെ മക്കളായി, ശുദ്ധരായി, നല്ല നീതിമാന്മാരായി ജീവിക്കാൻ കർത്താവ് നമ്മളെല്ലാം സഹായിക്കും. നമ്മുടെ ലംഘനങ്ങളെല്ലാം നമുക്ക് കർത്താവിനോട് ഏറ്റു പറയാം. കർത്താവിനോട് ഏറ്റു പറഞ്ഞത് ഉപേക്ഷിക്കണം എന്നാണ് അവിടെ വായിച്ചത്. അങ്ങനെ നമ്മുടെ ലംഘനങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഇന്നു പകലും കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. നമ്മുടെ കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ലംഘനങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു പറയുക. ഞങ്ങൾ ഓരോന്നായി കർത്താവിനോട് ഏറ്റു പറയുന്നു. ഞങ്ങളുടെ ലംഘനങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടവരായി ഞങ്ങൾക്ക് കർത്താവെ ഒരു നല്ല ശുദ്ധ ഹൃദയത്തോടെ കർത്താവെ ഞങ്ങൾക്ക് കർത്താവിൻ്റെ കരുണ അനുഭവിക്കുന്നവരായി തീരാൻ പിതാവെ അവിടെ നിങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ലംഘനങ്ങളെ ഏറ്റുപറയാം, ദൈവകരുണ അനുഭവിക്കാം.